സംസ്ഥാനത്ത് വേനൽ മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 3 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മേഘന മുരളി വിവരങ്ങളുമായി. മേഘന, വരും ദിവസങ്ങളിലും വിവിധയിടങ്ങളിൽ മഴ തുടരും എന്നുള്ളതാണോ, ഇനി മൺസൂണിലേക്കുള്ള കടന്നുപോക്ക് എന്ന രീതിയിലാണോ നമ്മൾ കാണേണ്ടത്? ഒപ്പം തന്നെ ഇന്ന് പ്രത്യേകമായി മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തുന്നുണ്ടല്ലോ. കാലവർഷം ഇത്തവണ നേരത്തെ എത്തുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഒരു പ്രവചനമായി വരുന്നത്. ഇപ്പോൾ പെയ്യുന്നത് വേനൽമഴ തന്നെയാണ്. വേനൽമഴ കുറച്ചു ദിവസം കൂടി, വരുന്ന 5 ദിവസം കൂടി സജീവമാകുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അതിൽ ഇന്ന് 7 ജില്ലകൾക്കാണ് യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകൾക്കാണ് യെല്ലോ മുന്നറിയിപ്പുള്ളത്. ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അതേസമയം നാളെ മഴ കുറയാനുള്ള ഒരു സാധ്യതയുണ്ട്. നാളെ 3 ജില്ലകൾക്ക് മാത്രമാണ് യെല്ലോ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മത്സ്യബന്ധനത്തിന് കേരള, കർണാടക തീരത്താണ് ഇപ്പോൾ മത്സ്യബന്ധനത്തിന് വിലക്കുള്ളത്. അത് മോശം കാലാവസ്ഥയ്ക്കും അതുപോലെ തന്നെ 30 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ മണിക്കൂറിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ അത് 55 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കില്ല. കേരള, ലക്ഷദ്വീപ് തീരത്താണ് മത്സ്യബന്ധനത്തിന് വിലക്കുള്ളത്. അങ്ങനെ മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണമെന്നുള്ളൊരു കാര്യം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പായി നൽകുന്നു. വരുന്ന 5 ദിവസവും വേനൽമഴ സജീവമാകും. അതുപോലെ തന്നെ കാലവർഷവും ഇത്തവണ നേരത്തെ എത്തുമെന്നുള്ള കാര്യമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ശരി, ഇന്ന് 7 ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് യെല്ലോ മുന്നറിയിപ്പ്. നാളെ 3 ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. പിന്നീട് മഴ ഒരല്പം കുറയും. പക്ഷേ കാലവർഷം ഇക്കുറി നേരത്തെ എത്തുന്നു എന്ന വിവരം കൂടിയുണ്ട്. 5 ദിവസം ഒറ്റപ്പെട്ട ഇടത്തരം മഴയ്ക്കാണ് സാധ്യത എന്നതാണ് മേഘന മുരളി അറിയിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.